അതേസമയം അവർ സ്കൂളിൽ എത്രയോ നല്ല മാർക്കുകൾ വാങ്ങുന്നു. ഇന്ന് തന്നെ മർക്കസിലെ ഹൈസ്കൂള് 470 വിദ്യാർത്ഥികളാണ് SSLCക്ക് പരീക്ഷയ്ക്ക് എഴുതുന്നത്. 5-10 കുട്ടികളല്ല, 470 കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതുന്ന 1-2 കുട്ടികൾ തോറ്റുപോയി. ബാക്കിയുള്ള കുട്ടികൾ മുഴുവനും പാസ്സായതിൽ A+ പാസ്സായിട്ടുള്ള കരസ്ഥമാക്കിയിട്ടുള്ള ധാരാളം കുട്ടികൾ. അവർ അതേസമയം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശമനുസരിച്ച് നമ്മുടെ മക്കൾ പഠിക്കാനും അവർ വളരാനുമുള്ള ശരിയായ സംവിധാനം, സിലബസ്, ടൈം ടേബിൾ ഇതെല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയത് കണ്ട് പഠിച്ച് പലരും ഇപ്പോൾ ഉണ്ടാക്കി വരുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും എത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഈ സിലബസിന്റെയും ടൈം ടേബിളിന്റെയും കാരണം കൊണ്ട് ആണ് ഇത്രയും വമ്പിച്ച വിജയം ലഭിക്കുന്നത്. അതിനാൽ എല്ലാ ആളുകളും പരിപൂർണമായി ഉലമാഇന്റെ പിന്നിൽ അണിനിരന്ന് ഒത്താശയോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുക. കേസും കൂട്ടവും കുഴപ്പവും അതെല്ലാം നാട്ടിൽ നിന്ന് അവസാനിപ്പിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രംഗത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ നാം ശ്രമിക്കുക. ഇന്ന് നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും നാം കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ഭീകരന്മാരും തീവ്രവാദികളും ഉഗ്രവാദികളും ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരുന്നു. അത് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വെച്ചുകെട്ടാനുള്ള ശ്രമം ചില ആളുകൾ നടത്തി നോക്കുകയാണ്. പക്ഷേ ഇസ്ലാം ഇവിടെ ഒരിക്കലും ഭീകരതയിലൂടെ വെളിവായതല്ല. ഇസ്ലാം ഇവിടെ ഒരിക്കലും തീവ്രവാദത്തിലൂടെ വന്നതല്ല. പരിശുദ്ധ ഇസ്ലാം ഇവിടെ പ്രത്യക്ഷമായതും സംസ്ഥാപിതമായതും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ടാണ്. ആദ്യമായി അവിടുത്തെ ഇർഹാസും അവിടുത്തെ മുഅ്ജിസത്തും കൊണ്ടാണ് ഇസ്ലാം ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. എത്രയെത്ര മുഅ്ജിസത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായതെന്ന് നിങ്ങൾ അറിയുമോ? പറഞ്ഞാൽ തീരുകയില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്തുണ്ടായ മുഅ്ജിസത്ത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ആ സമയത്താണ് ശത്രുക്കൾ വീട് വളഞ്ഞു. രണ്ടുപേരെയും അല്ലെങ്കിൽ അവർ പോയി കളയും. മറ്റുള്ളവരൊക്കെ മദീനത്തേക്ക് പോയി. ഈ രണ്ടുപേരെ ഇനി പോകാൻ അനുവദിച്ചുകൂടാ, അവരെ കൊല്ലുക തന്നെ ചെയ്യണമെന്ന് മക്ക മുശ്രിക്കുകൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനത്തിന്റെ സമയത്താണ് അള്ളാഹുവിന്റെ ഓർഡർ, ഓ നബിയെ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പുറപ്പെട്ടുകൊള്ളുക. പുറപ്പെടുമ്പോഴോ വീടിന്റെ ചുറ്റുഭാഗത്ത് വളഞ്ഞിരിക്കുകയല്ലേ. അതിനെന്താണ് വഴി? وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون എന്ന ആയത്ത് ഓതി ഒരു പിടി മണ്ണ് വാരി ആ മണ്ണിങ്ങനെ ഒന്ന് എറിഞ്ഞപ്പോൾ എല്ലാ മുശ്രിക്കിന്റെയും തലയിൽ എത്തി. അവരെല്ലാം ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അവിടെ നിന്ന് പുറപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ കുറെ നടന്നപ്പോ 6 സൗർ എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹ കണ്ട സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വിശ്രമിക്കാം, എന്നിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതാ 6 സൗറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയെ ലാ തദ്ഖുൽ ഹത്താ അദ്ഖുല, ഞാൻ അതിൽ കടന്ന് പാമ്പുകളോ തേളുകളോ മറ്റു വല്ല ആക്രമിക്കുന്ന വസ്തുക്കളോ ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ.
പരിശോധിച്ചതിന്റെ ശേഷമല്ലാതെ തങ്ങൾ കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ പുറത്ത് ഇരുത്തുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വലിയ ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. വലിയ ഗുഹന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു നോക്കുമ്പോ വെള്ളാത്തം വലകളും എട്ടുകാലി വലകള് എന്തെല്ലാമോ ഉണ്ട്, കാടുണ്ട്. അതെല്ലാം അടിച്ച് വൃത്തിയാക്കി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു തട്ടം, ഒരു മുണ്ട് എടുത്ത് വലിച്ചു കീറി കഷ്ണം കഷ്ണമാക്കി ആ ഗുഹയിലേക്കുള്ള എല്ലാ ഓട്ടകളും അടച്ചു കളഞ്ഞു. പാമ്പുകളോ തേളുകളോ വരാതിരിക്കാൻ എല്ലാ ഓട്ടയും അടച്ചു. അവസാനം 2 എണ്ണം ബാക്കിയായി. അവർ മനസ്സിലാക്കി അതെന്റെ 2 കാലിന്റെ വിരൽ കൊണ്ട് അടച്ചു പിടിക്കാം. അങ്ങനെയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഗുഹയിലേക്ക് കടക്കാൻ പറയുന്നു. അങ്ങനെ കടന്ന ഉടനെ തന്നെ നബി തങ്ങൾക്ക് കിടക്കാൻ, അല്പം വിശ്രമിക്കാൻ കാല് നീട്ടിക്കൊടുക്കുന്നു. എന്റെ കാലിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് തല വെച്ചുകൊണ്ട് കിടക്കാം. ഈ 2 കാലിന്റെ വിരല് വലിയ 2 ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിൽ അടച്ചുകൊണ്ട് ഇരിക്കുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. അപ്പോഴാണ് പാമ്പ് വന്നിട്ട് കാലിന് കൊത്തുന്നു. നബി തങ്ങൾ ഉറങ്ങിപ്പോയി. ഒരല്പസമയം കഴിഞ്ഞ് കാലിന് പാമ്പ് കൊത്തുന്നു. അനക്കുന്നില്ല കാൽ. കാരണം കാലനക്കിയാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് കാല് അനക്കുന്നില്ല. അവസാനം വിഷം കയറി ശരീരത്തിൽ ഏകദേശം തലത്തൊക്കെ എത്തിയപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉറ്റി വീണുപോയി. ആ കണ്ണുനീര് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഉറ്റി വീണു. അപ്പോ റസൂലുള്ളാഹി പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എന്താണ് അബൂബക്കർ സിദ്ദീഖ് എന്ന കാര്യം അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് എടുത്ത് ആ പാമ്പ് കടിച്ച സ്ഥലത്ത് പുരട്ടുകയും വിഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. മാന്യ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദാഹം വരുന്നു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് ദാഹമുണ്ടല്ലോ, ഒരൽപ്പം വെള്ളം വേണം. നമ്മുടെ കയ്യിൽ വെള്ളം സ്റ്റോക്കില്ല. അതാ നീ അങ്ങോട്ട് പോയി ആ ഭാഗത്തേക്ക് നോക്കൂ, അവിടെ എങ്ങാനും ഉണ്ടോ വെള്ളമെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ നല്ല വെള്ളം വയറ് നിറയെ കുടിച്ചു. തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നീ വെള്ളം കുടിച്ചോ? അവര് പറഞ്ഞു, ശരിത്തു മാഅൻ അഹ്ലാ മിനൽ അസലി വഅബയദ മിനൽ ലബൻ. പാലിനേക്കാൾ വെളുത്ത നിറമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമായ വെള്ളം എനിക്ക് കിട്ടി, ഞാൻ കുടിച്ചു നബിയേ. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് സഹോദരങ്ങളെ. അങ്ങനെ കുടിച്ചിട്ട് വന്ന് ഇരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വാളും കുലുക്കിക്കൊണ്ട് മേൽഭാഗത്ത് കൂടെ വരുന്നു. മേൽഭാഗത്ത് വലിയ ദ്വാരമാണ്. ആ ദ്വാരത്തിലൂടെ താഴോട്ട് നോക്കിയാൽ ഈ ഗുഹയിലുള്ള ആളുകളെ കാണും. ആ നിലക്കാണ് അതിന് നിലനിൽപ്പുള്ളത്. അവിടെ എത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ വരുന്നു, അവര് നമ്മളെ കാണുമല്ലോ, അവര് കണ്ണായവര് ഇങ്ങോട്ട് വന്ന് നമ്മൾ കൊന്നുകളയും. ഓ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഒന്നുറു വറാഅക യാ അബൂബക്കർ, ഒന്ന് പിന്നിലേക്ക് നോക്കൂ അബൂബക്കറേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ മുന്നിൽ നിന്നൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വഹുനാക ബഹ്റുൻ അമീഖുൻ ഫീഹാ സഫീന, ഒരു വലിയ കടൽ അവിടെയുണ്ട്. ആ കടലിന്റെ ഉള്ളിൽ നല്ല ഒരു കപ്പലും ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ശത്രുക്കൾ എതിരെ വന്നാൽ നമുക്ക് അതിലെ അങ്ങ് പോകാം,
നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ശത്രുക്കൾ വന്നെങ്കിലും ഗുഹയുടെ ഉള്ളിലേക്ക് അവർ കടന്നില്ല. കാരണം അടുത്തെത്തി നോക്കുമ്പോൾ അവിടെ കുറെ പ്രാവുകൾ ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എത്രയോ പഴക്കമുള്ള 8 കാലി വല അതിന്റെ മുഖത്ത് മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയതി ലം തുൻസജ് വലം തഹുബി. ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞത് അതാണ്. ഈ 8 കാലിയുടെ വലയും പ്രാവിന്റെ കുറുകലും കണ്ടപ്പോൾ ഇവിടെ ആരുമില്ലെന്ന് അവർ മനസ്സിലാക്കി അവർ തിരിച്ചുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മുഅ്ജിസത്തുകളാണ് ഈ ഒരു ചെറിയ സംഭവത്തിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ നോക്കൂ. അങ്ങനത്തെ മുഅ്ജിസത്തുകൾ കൊണ്ടാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ടുള്ളത്. ഒരിക്കലും ഭീകരവാദത്തിലൂടെയല്ല, തീവ്രവാദത്തിലൂടെയല്ല, അക്രമത്തിലൂടെയല്ല. അതുകൊണ്ട് ആ മഹത്തായ ഇസ്ലാം അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ അഖീദ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്നും ഇൽമ് ഇവിടെ നിലനിൽക്കണം, ദർസ് നിലനിൽക്കണം. ആ ദർസിന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാ അറിവുകളും സമ്പാദിക്കാം. സ്കൂളിൽ പോകാം, കോളേജിൽ പോകാം, ഭൗതികമായ അറിവുകളൊക്കെ നേടാം. പക്ഷേ അത് മാത്രമായി പോയാൽ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഇല്ലാതെയായി പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. സുന്നത്ത് ജമാഅത്ത് ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്ത്, അതൊരു സുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത ഏതെങ്കിലും ഒരു വലിയ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാടിനടുത്താണ് പൊന്നാനി. പൊന്നാനിയിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഅ്ബരി റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഖ്ദൂമുകൾ എല്ലാവരും സുന്നികളായിരുന്നു. ഒരൊറ്റ മഖ്ദൂമും സുന്നിയല്ലാത്ത ഇന്ന് നാം കേൾക്കുന്ന മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ ഒന്നുമായിരുന്നില്ല. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതിന്റെ അപ്പുറത്തുള്ള ആലിമ്യങ്ങൾ എത്രയുണ്ട്, കുട്ടിയും മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ മഹാന്മാരായ ആളുകൾ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ കാലഘട്ടത്തിന്റെ മുമ്പുള്ള എല്ലാ ആലിമീങ്ങളും ഔലിയാക്കളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവരാണ്, സുന്നികളാണ്. ഒരൊറ്റ വലിയും ബിദ്ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾ ഇല്ല. അതുകൊണ്ട് എന്റെ ഉമ്മപങ്ങന്മാരോട് സഹോദരിമാരോട് പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ മാത്രമേ ചേർത്തി പഠിപ്പിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോകും. നിങ്ങളെ കുട്ടികളൊക്കെ അപകടത്തിൽ ചാടി അവർ മോശമായി മരണപ്പെട്ടു പോകാൻ കാരണമാകും. വളരെയധികം ശ്രദ്ധിക്കണം. 5ഉം 10ഉം കൊല്ലം മദ്രസയിൽ പഠിപ്പിച്ച്, സ്കൂളിൽ പഠിപ്പിച്ച്, പിന്നെ അവസാനം ഏതെങ്കിലും വിദ്യാർത്ഥികാരന്റെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തിയാൽ അവൻ നമ്മളെ കുട്ടികളെ വഴിപഴപ്പിക്കും. അവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ സ്ഥാപനത്തിൽ ആ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കും. അവർക്ക് ഇസ്ലാമിലില്ലാത്ത നിയമങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ മക്കളെ ശരിയായ നിരക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിനാണ് ഞങ്ങൾ ഇത്രയും അധികം കഠിനാധ്വാനം ചെയ്യുന്നത്. മർക്കസ് സഖാഫത്തി സുന്നിയ നിങ്ങളൊക്കെ കാണാൻ വരണം ഒരു പ്രാവശ്യം. 25,000-ഓളം കുട്ടികൾ കോഴിക്കോട് മർക്കസിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഒട്ടാകെ മർക്കസിന്റെ നേരിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ 1,00,000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കഴിഞ്ഞ കാലത്ത് പഠിച്ചവരും 1,00,000-ലധികമായി.
അതിൽ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച കുഞ്ഞഹമ്മദ് സഖാഫിയും അതുപോലെ ഹംസ സഖാഫിയും അതേ പ്രകാരത്തിലുള്ള പേരോട് സഖാഫിയും അങ്ങനെ 7500ഓളം പ്രാസംഗികന്മാരും എഴുത്തുകാരുമായ വലിയ സഖാഫികൾ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് കോർട്ടിൽ ജഡ്ജിമാരായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ അടക്കം, അഡ്വക്കറ്റുമാരടക്കം, അതേപ്രകാരം വലിയ വലിയ ആസ്പത്രിയിൽ മെഡിക്കൽ കോളേജിൽ പ്രൊഫസർമാര് എല്ലാം അതേ മർക്കസ് സഖാഫത്തി സുന്നിയിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. നമ്മളൊരു ഓർഗനൈസർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എവിടെ പോയാണ്? ഇങ്ങോട്ട് വരും, നിങ്ങളെ കണ്ടാൽ മതി. പേരോ വെമ്പേനാട് ഏരിയ മർക്കസ് ധർമ്മപ്പെട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് മൻസൂർ ഹാജി മുട്ടിക്കൽ. ധർമ്മപ്പെട്ടി ഇവിടെ ഒന്നും വെച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. മൻസൂർ ഹാജി അവിടെ മൊത്തത്തിൽ കൊടുത്തു വിട്ടാൽ എവിടെയാ വെച്ചെന്ന് തിരിയൂല. നിങ്ങൾ പിന്നെ കൊണ്ടുപോയി വെച്ചാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറെ പെട്ടി തരാം, 1000 പെട്ടി തരാം. ഞാൻ നിർത്തുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ പറ്റി വല്ലതും പറയുമെന്നുള്ള ഇരിപ്പാണ്. ഇവർക്ക് മുഴുവത്തും കറാമത്തും ഒന്നും വേണ്ട. ഇവിടെ വലിയ കറാമത്ത് ഉണ്ടാവും. ഈ രാഷ്ട്രീയക്കാരിങ്ങനെ തമ്മിലടിച്ചാല് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ജനസേവകന്മാരാവണം. അവർ എത്ര മത്സരിച്ചാലും മനുഷ്യത്വം വിട്ട് അക്രമത്തിലേക്ക് നീങ്ങരുത്. അക്രമ രാഷ്ട്രീയം പാടില്ല. അല്ലാത്ത വിധത്തിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള മത്സരം ആവണം. അതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞങ്ങൾ ഒരു പാർട്ടിന്റെ ആളല്ല. കേരള മുസ്ലിം ജമാഅത്ത് ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തോളി എന്ന് പറയായിരുന്നു. ഞങ്ങള് അങ്ങനെ കേരള മുസ്ലിം ജമാഅത്തോ SYS ഓ SSF ഓ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അല്ല. എന്തുകൊണ്ട് അല്ലാതെ പറയുന്നത്? ഇപ്പോ വെമ്പേനാട് ഉസ്താദ് അള്ളാഹു തആല അവരുടെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ആരോഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. ഫിഖിയായ മസാലകളൊക്കെ വരുമ്പോൾ ചർച്ച ചെയ്യുന്നതിൽ വളരെ മുൻപന്തിയിലുള്ള ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട വെമ്പേനാട് ഉസ്താദ്. സമസ്ത മുശാവറയിൽപ്പെട്ട ആളാണ്. താജുൽ ഉലമ തങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ള സമസ്ത മുശാവറ, താജുൽ ഉലമ വഫാത്തായി, MA ഉസ്താദ് വഫാത്തായി, ഇന്ന് റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ അതിന്റെ പ്രസിഡന്റ്. അതിലുള്ള വെമ്പേനാട് ഉസ്താദ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായാൽ മറ്റേ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തോട് വെറുക്കുമല്ലോ. വെമ്പേനാട് ഉസ്താദ് പള്ളിയിൽ ഖത്തീബാണ്. ആ പള്ളിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും വരും. അപ്പോ ഉസ്താദ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ ചേർന്നാൽ മറ്റുള്ളവരൊക്കെ ഉസ്താദിനോട് എതിരാവും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്, ഞങ്ങൾ ആലിമീങ്ങള് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാവാൻ പാടില്ല. അതേ സമയത്ത് അനീതി ചെയ്താൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഞങ്ങൾ അവരെ അനീതി ചെയ്യുന്നവരെ ഞങ്ങൾ ഒറ്റപ്പെടുത്തും, അവരെ പരാജയപ്പെടുത്തും, അതൊക്കെ ചെയ്യും. അല്ലാതെ നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിൽ ചേരുകയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിങ്ങൾക്ക് ഞങ്ങളെ കിട്ടുകയില്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയും ഇല്ല. എല്ലാവരും രാഷ്ട്രീയക്കാരായി, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റുമായി, അതിനിടയിൽ കുറെ മാറിയുമായി, ഇങ്ങനെ പോയാൽ ഇവിടെ ദീനിൽ പ്രവർത്തിക്കാൻ ആരുണ്ടാവും? രാഷ്ട്രീയക്കാരിങ്ങനെ രാഷ്ട്രീയം പറഞ്ഞു നടക്കാന്നല്ലാതെ അവർ ദീനുൽ ഇസ്ലാമിന് ഇവിടെ വല്ല സ്ഥാപനം ഉണ്ടാക്കിയിരുന്നോ?
ദീനുൽ ഇസ്ലാമിന് ആവശ്യമായ വല്ല സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിനിവിടെയാണ് വേണം. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ദീനുൽ ഇസ്ലാമിന് ആവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കോളേജുകൾ ഉണ്ടാക്കിയിട്ടില്ല, മദ്രസകൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങളും കൂടി രാഷ്ട്രീയക്കാരായി പോയാൽ നഊദു ബില്ലാഹ് ഇവിടെ കോളേജുകളും മദ്രസകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാൻ പിന്നെ ആരാണ്? ഇപ്പോൾ ഞാൻ മർക്കസ് സഖാഫത്തെ സുന്നിയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, 1,00,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനം ഞങ്ങൾ രാഷ്ട്രീയമില്ലാതെ അതിനുവേണ്ടി രാവും പകലും പ്രവർത്തിച്ചത് കൊണ്ടല്ലേ അതുണ്ടാകുന്നത്. അതുപോലെ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഞങ്ങൾ നടത്തുന്നതുണ്ട്. അതുപോലെ ഞങ്ങളുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആലിമ്യങ്ങൾ നടത്തുന്നതുണ്ട്. ഏതായിരുന്നാലും ഈ ആലിമ്യങ്ങൾ രാഷ്ട്രീയ രംഗത്തിറങ്ങി മറ്റുള്ളവരെ പോലെ രാഷ്ട്രീയക്കാരായി മാറിയാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ ദീനിന് ഉപകാരം ചെയ്യാൻ സാധിക്കാത്തവരാകും. ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടും ഇവിടെ ദീനിന് ഉപകാരം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ശരീഅത്ത് കോളേജ് ഉണ്ടാക്കിയതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മദ്രസ ഉണ്ടാക്കിയതായി അറിയുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പള്ളി ഉണ്ടാക്കിയതായി അറിയുന്നില്ല. അപ്പോൾ ഇവിടെ പള്ളിയും ശരീഅത്ത് കോളേജും മദ്രസയും ഇതെല്ലാം ഉണ്ടാക്കാൻ രാഷ്ട്രീയമില്ലാത്ത ഒരു വിഭാഗം വേണം. അതാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിവിടെ ദീനിന്റെ പ്രവർത്തനം വേണം. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അവസാന കാലത്ത് ദീനിനെ സഹായിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ആരാണോ സഹായിക്കുന്നത് അവർക്ക് വലിയ സന്തോഷമുണ്ട്, സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. മാത്രമല്ല മൻ തമസ്സക ബിസുന്നതി എന്ത ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. എന്റെ ഉമ്മത്തുകൾ ഫസാദാകുമ്പോൾ, എന്റെ ഉമ്മത്തുകൾ നാശമാകുമ്പോൾ ആരാണോ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നത് അവർക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ട്. 100 ഷഹീദിന്റെ കൂലിയുണ്ട്. അങ്ങനെ സുന്നത്ത് ഫസാദാകുന്ന കാലമാണ്, ബിദ്അത്തുകാര് വളർന്നു വരുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കാനും അതിന്റെ സ്ഥാപനങ്ങളെ വളർത്താനും ഇവിടെ ആളുകൾ വേണം. അതാണ് SYS-ഉം SSF-ഉം കേരള മുസ്ലിം ജമാഅത്തും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകമായി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി എന്റെ സഹോദരന്മാരോടും സഹോദരികളോടും ഒരു വാക്ക് പറയാനുള്ളത്, അർഹമുർ റഹീമായ അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് വേണം, അവിടത്തോടുള്ള അടുപ്പം വേണം. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൽഹദിമി. സന്തോഷം, മുഅ്മിനീങ്ങൾക്ക് സന്തോഷം, മുസ്ലിമീങ്ങൾക്ക് സന്തോഷം. എന്താണ്? നമുക്ക് ഒരു അഭയമുണ്ട് മക്കളെ. നമുക്ക് ഏത് സമയത്ത് ചെന്നാലും അഭയം തേടാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. ദുനിയാവിലും നമ്മുടെ അഭയമാണ്, ആഖിറത്തിലും നമ്മുടെ അഭയമാണ് കേട്ടോ. ആ ഹബീബായ നബിതങ്ങളെ പ്രിയം വെക്കുകയും നബിതങ്ങളുടെ മേൽ സ്വലാത്ത് നടത്തുകയും ചെയ്തുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരും, എല്ലാവരും എഴുതിയിട്ട് നിന്നിട്ട് ഒന്ന് ചെല്ലണം, പെണ്ണുങ്ങളും ഒക്കെ ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നിങ്ങൾക്ക് പോകാം. اللهم صل على سيدنا محمد وعلى آله
وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് എന്റെ ഉമ്മപെങ്ങന്മാര് എല്ലാവരും ചെല്ലണം, പുരുഷന്മാരും ചെല്ലണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 25 പ്രാവശ്യമെങ്കിലും ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കതിന്റെ ഇജാസത്ത് നൽകുന്നു. നിങ്ങൾ എല്ലാവരും അത് ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.